ഇന്ന് എൻ്റെ തന്നുവിൻ്റെയും അക്ഷയൻ്റെയും ബർത്ത്ഡേ ആണ്. തന്നുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് വീട്ടിലൊരു കേക്ക് കട്ടിങ് ആക്കണ്ട, നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകാമെന്നുള്ളത് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് ലോങ് ഒന്നും അല്ല പോകുന്നത്, ചെറിയൊരു ഷോർട്ട് ട്രിപ്പാണ്. നമ്മൾ പൊള്ളാച്ചി വന്നിട്ട് പിന്നെ മറയൂർ വഴി മൂന്നാർ പോവാം, അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ പൊള്ളാച്ചിയിൽ സ്റ്റേ ചെയ്തു ഒരു നൈറ്റ്, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി മറയൂർ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള റൂട്ടാണ് ഇത്. നല്ല ഭംഗിയുള്ളൊരു റൂട്ടാണ്, ചെറിയ റോഡാട്ടോ. അങ്ങനെ അതിലേ ചെന്ന് നമ്മൾ മറയൂരെത്തി. അപ്പോൾ മറയൂരെത്തിയപ്പോൾ അവിടെ GI ടാഗുള്ള മറയൂർ ശർക്കര അത് ഫേമസ് ആയതുകൊണ്ട് അത് മേടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയേ. അവിടെ പിന്നെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് രണ്ട് വീട്ടിലേക്കും കുറേ ജാഗരയൊക്കെ മേടിച്ചിട്ട് ഇനി പോവാണ്. അപ്പോൾ ഇതാണ് മറയൂരിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന ആ ഒരു റൂട്ട്. ഇവിടുത്തെ ഈ റോഡ് നല്ല ഭംഗിയാണ്, രണ്ട് സൈഡിലും നിറയെ മരങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോഴത്തേക്കും നമ്മൾ മൂന്നാർ എത്തി. അവിടെ ആ വയലറ്റ് മരം കണ്ടോ, ഇത് നമ്മൾ റീൽസിലൊക്കെ കുറേ കണ്ടിട്ടില്ലേ, അതാകെ ഒരെണ്ണം കേട്ടോ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാറൊക്കെ എത്തുമ്പോഴത്തേക്കും തന്നു ഉറങ്ങുമായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും അവൾ എണീക്കുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്തു, നല്ല വിശപ്പായി. അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. അവിടെ നിന്ന് നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും സ്പോട്ടിലൊക്കെ ഇറങ്ങാം എന്നുള്ള പ്ലാനിൽ പോവുകയാണേ. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേ അവിടെ ക്യാരറ്റ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവൾക്ക് മേടിച്ചു കൊടുത്തു. എനിക്ക് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല തണുപ്പാണ് അവിടെ. അപ്പോൾ ഇങ്ങനത്തെ ഈ ചെവിയിൽ വെക്കുന്ന ഈ സാധനങ്ങളൊക്കെ കുറേ റോഡ് സൈഡിലുണ്ട്. അപ്പോൾ അവൾക്ക് അതൊരെണ്ണം മേടിച്ചു, അവൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട്. പിന്നെ നമ്മൾ ചില സ്പോട്ടുകളിലൊക്കെ നിർത്തി നേരെ റിസോർട്ടിലേക്കാണ് പോയത്. ഷോല ക്രൗണിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്, നല്ല ഭംഗിയാണ് കാണാൻ. ആ നേരെ മുന്നിൽ കാണുന്ന മല സൂര്യനെല്ലിയാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ആ റിസോർട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് ട്രക്കിംഗ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ട്രക്കിങ് നമ്മൾ എടുത്തിട്ടില്ല, കാരണം തന്നുവിനെ കൊണ്ട് അത്രയും ഒരു ഓഫ് റോഡ് ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്ന് അവരും പറഞ്ഞു. അതുകൊണ്ട് തൽക്കാലം ഇപ്പം നമ്മൾ ആ ട്രക്കിങ് വേണ്ടാന്ന് വെച്ചു. റൂമിൽ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് പിന്നെ നേരെ ഡ്രസ്സൊക്കെ മാറ്റി സ്വിമ്മിംഗ് പൂളിലേക്കാട്ടോ പോയത്. ഇത് തന്നുവിൻ്റെ ഫസ്റ്റ് സ്വിമ്മിംഗ് പൂൾ എക്സ്പീരിയൻസ് ആയിരിക്കും. മുന്നേ ഒരു റിസോർട്ടിൽ പോയപ്പോൾ അവൾ തീരെ കുഞ്ഞായിരുന്നു, അപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നുകൊണ്ട് അധികം പൂളിൽ ടൈമൊന്നും സ്പെൻഡ് ചെയ്തില്ല. അപ്പോൾ ഇത്തവണ നമ്മൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂബൊക്കെ ആയിട്ടാണ് വന്നത്. ആദ്യമൊക്കെ ഭയങ്കര പേടിച്ചാണ് നിന്നെ, പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നേരം അതിൽ കളിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് കയറ്റാനായിരുന്നു ബുദ്ധിമുട്ട്. അപ്പോൾ കുറേ നേരം പൂളിലൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കേക്ക് കട്ടിംഗ് ആണേ. കേക്കൊക്കെ നമുക്ക് റിസോർട്ട് തന്നെ സെറ്റാക്കി തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട ഡിസൈനിൽ അവർ ചെയ്തു തരും. അപ്പോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ച് അവർ കേക്ക് ചെയ്ത് തന്നു. അപ്പോൾ തന്നൂന് ഞാൻ നല്ല റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കി. അവിടെ ബലൂണൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്താൽ കൊണ്ടുവന്നു. നമ്മൾ ബാൽക്കണിയിലാണ് സെറ്റ് ചെയ്യുന്നത്, പക്ഷേ ഭയങ്കര കാറ്റായതുകൊണ്ട് ബലൂണൊക്കെ പാറിക്കളിച്ചു. ഇതാണ് നമ്മുടെ കേക്ക്. സൈഡൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. 10 കിലോമീറ്റർ ദൂരെ എങ്ങാനുമാണ് ടൗൺ. അവിടെ നിന്നാണ് അവർ കേക്ക് നമുക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഡാമേജ് അതിൽ പറ്റിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അവളും ഒരു കേക്കിൻ്റെ പീസൊക്കെ എടുത്ത് വെച്ച് അവിടെ ഇരുന്ന് തിന്നുന്നുണ്ട്. മുഖത്തൊക്കെ നിറയെ ആയിട്ടുണ്ട്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ അത് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത്. പിന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തെങ്ങും പോയില്ല. റൂമിനകത്ത് തന്നെ കുറേ നേരം പാട്ടും ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. അവളും കുറേ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ നിന്ന്. രാത്രി ഇവിടെ റിസോർട്ടിൽ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാട്ടും ബഹളമൊക്കെ ഇങ്ങോട്ട് നല്ലോണം കേൾക്കാം. അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണേ. അവിടെ നിന്ന് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ വെച്ചിട്ട് തൃശ്ശൂരിലൊരു ഫാമിലീനെ പരിചയപ്പെട്ടായിരുന്നേ. അപ്പോൾ അവർ പുറത്ത് പോയി വന്നപ്പോൾ തന്നുവിൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു ടെഡി ബെയർ ഒക്കെ ആയിട്ടാട്ടോ വന്നത്. ഷീ ഈസ് ഓൾസോ വെരി ഹാപ്പി. പിന്നെ അവിടെ വേറെയും ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ ആയപ്പോൾ എല്ലാവരും വന്നു. പിന്നെ എല്ലാവരും അവിടെ ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഹെർ ബർത്ത്ഡേ. ഷീ ഈസ് വെരി ഹാപ്പി ടുഡേ. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളും വളരെ ഹാപ്പിയാണ് തന്നൂന് ഇത്രയും നല്ലൊരു ബർത്ത്ഡേ കൊടുക്കാൻ പറ്റിയതിൽ. So that's all about her birthday.
ഇത് നമ്മുടെ ട്രിപ്പിൻ്റെ ഡേ 2 ആണ്. ഇപ്പോൾ രാവിലെ റെഡിയായി, അവിടെ ചെറിയൊരു കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ പൂളിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് തേനിയാണ്. ഇവിടുന്ന് അധികം ദൂരം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും കൂടി പോയിട്ട് വരാമെന്ന് വെച്ചു. അവിടെ ചെന്നാൽ എസ്പെഷ്യലി ഇപ്പോൾ മുന്തിരീൻ്റെ ഒരു സീസണാണ്. തന്നൂനാണെങ്കിൽ അവളുടെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ടാണ് മുന്തിരി. അപ്പോൾ അവിടെ പോയി ആ മുന്തിരിപ്പാടും അവിടെ മുന്തിരി ഉണ്ടായി കിടക്കുന്നതൊക്കെ അവൾക്കൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. അതാണ് നമ്മുടെ പ്ലാൻ. മുന്തിരി കാണാനുള്ള സന്തോഷത്തിലാണ് തന്നൂസ് ഇരിക്കുന്നത്. ഞങ്ങൾ തേനിയിലെ ഒരു മുന്തിരിപ്പാടത്തിലെത്തി. അതിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അപ്പോൾ അവിടെ വിസിറ്റേഴ്സിന് മാത്രം അലോ ചെയ്യുന്ന ഒരു പ്രത്യേക സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ആദ്യം പോയത്. പിന്നെ അവിടെ പച്ചമുന്തിരി ഉണ്ട്. ഇപ്പോൾ നിൽക്കുന്ന പച്ചമുന്തിരിൻ്റെ ഏരിയയിലാണ്. പിന്നെ അതാ നല്ല പഴുത്ത് നിൽക്കുന്ന മുന്തിരിയുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ നമുക്ക് കഴിക്കാൻ വേണ്ടി ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് തരികയൊക്കെ ചെയ്യും. അത്രയേ ഉള്ളൂ അവിടുത്തെ കാര്യം. കുറച്ച് നേരം മുന്തിരിപ്പാടത്തിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ നല്ല ഉച്ചയ്ക്കാണ് അവിടെ എത്തിയത്. നല്ല വെയിലായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ചെറിയ 2 ദിവസത്തെ ട്രിപ്പ്. ഇനി ഇവിടുന്ന് നേരെ കൊച്ചിക്ക് പോവുകയാണ്. അവിടെ ചേച്ചീൻ്റെ കൂടെ 2 ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് തന്നു ബേബീസ് ബർത്ത്ഡേ ട്രിപ്പ്.